ഏതിരുട്ടിലും ഒളിച്ചിരുന്ന് വീടുകളിൽ കയറി പണവും സ്വർണവും മോഷ്ടിക്കാൻ എത്തുന്ന കള്ളന്മാർ, എതിർക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവനെടുക്കാൻ പോലും മടിയില്ലാത്ത അക്രമകാരികളായ മോഷ്ടാക്കളാണ് കുറുവാ സംഘം. അർദ്ധനഗ്നരായി മുഖം മറച്ച് ശരീരമാസകലം എണ്ണ തേച്ചെത്തുന്ന സംഘം മലയാളിക്കെന്നും പേടി സ്വപ്നമാണ്. കുറുവാ സംഘം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ആലപ്പുഴയിലും തുടർന്ന് എറണാകുളത്തും ഭീതി പരത്തി ജനങ്ങളെ ഉറക്കം കെടുത്തിയ മോഷണത്തിന് പിന്നിൽ കുറുവാ സംഘം ആകും എന്നാണ് പ്രാഥമിക നിഗമനം. കുറുവാ സംഘത്തെക്കുറിച്ചുള്ള സ്പെഷ്യൽ ഷോയാണ് ഈ മണിക്കൂറിൽ ചർച്ചയ്ക്ക് എടുക്കുന്നത്. വിശദ വിവരങ്ങളുമായി ശരണ്യ സ്നേഹജനും ആലപ്പുഴയിൽ നിന്ന് ചേരും, ഒപ്പം കൊച്ചിയിൽ നിന്ന് ഡാനി പോളും. ആദ്യം ഡാനി പോളിലേക്കാണ്. ഡാനി, പറവൂരിൽ കുറുവാ സംഘം എത്തിയെന്ന സംശയത്തെ തുടർന്ന് അന്വേഷിക്കാനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘം ആണ് അന്വേഷിക്കുന്നത്. മോഷണത്തിനെത്തിയത് കുറുവാ സംഘമാണോ എന്നതിൽ ഇപ്പോഴും വ്യക്തത കൈവന്നിട്ടില്ല. അത് സംബന്ധിച്ച സ്ഥിരീകരണവും ഇല്ല എന്നാണല്ലോ പോലീസ് പറയുന്നത്. എന്തായാലും അന്വേഷണ സംഘം രൂപീകരിച്ചതിന് ശേഷം അവർ നടത്തുന്ന നീക്കങ്ങൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പ്രത്യേകിച്ച് ഈ CCTV ക്യാമറകൾ, ആ ദൃശ്യങ്ങൾ തന്നെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണോ കടന്നിട്ടുള്ളത്? അഭിലാഷ്, പ്രാഥമികമായ ഒരു അന്വേഷണം ആ രീതിയിലാണ് പോകുന്നത്. കാരണം ഇവിടെ പലയിടങ്ങളിലും ഈ സംഘം എത്തിയതായിട്ട് ഒരേ ദിവസം തന്നെ അടുപ്പിച്ചുള്ള ആ സമയത്ത് എത്തിയതായിട്ട് തന്നെയുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ കൂടുതൽ CCTV ദൃശ്യങ്ങൾ, ഈ കാണുന്ന ദൃശ്യങ്ങൾ മറ്റെവിടെയെങ്കിലും ഇവർ എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസ്. ഇവർ ഏത് വഴിയാണ് വന്നത്, എങ്ങോട്ടാണ് പോയത് എന്നതടക്കമുള്ള എന്തെങ്കിലും വിവരം ലഭിക്കുവാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. ഒപ്പം തന്നെയും ഈ ആലപ്പുഴയിലെ സംഘത്തെക്കുറിച്ചും നമുക്ക് വിവരങ്ങളുണ്ടല്ലോ. ഇതിൽ അവരുടെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും വശങ്ങൾ ഇതിൽ കാര്യങ്ങളിൽ, ദൃശ്യങ്ങളിലോ അവരുടെ പ്രവൃത്തികളിലോ ഏതെങ്കിലും കാര്യങ്ങളിലൊരു സമാനതകളുണ്ടോ എന്നതടക്കം പരിശോധിക്കുന്നുണ്ട്. കാരണം കുറുവാ സംഘത്തെക്കുറിച്ച് കേരള പോലീസിന് വ്യക്തമായ ഒരു ധാരണയും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. കാരണം ചിലർ ഇവിടെ ജയിലുകളിൽ കഴിയുന്നവരുണ്ട്, ഈ അടുത്തിടെ പുറത്തിറങ്ങിയവരുണ്ട്. അപ്പോൾ അത്തരം സംഘക്കാരെക്കുറിച്ച് പോലീസ് വ്യക്തമായ വിവരങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഇവർ പുറത്തിറങ്ങിയതിനു ശേഷം ഏത് രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നും മറ്റു അവരുടെ ഈ പങ്കാളികൾ ആരാണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലെല്ലാം തന്നെ അതിൻ്റെ ഒരു വിവരശേഖരണം അടക്കമുള്ള കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നീങ്ങിയിട്ടുണ്ട്. ഒപ്പം പോലീസ് സംശയിക്കുന്നു. ഇപ്പോൾ പറവൂരിലാണ് നമ്മളുള്ളത്. പറവൂരിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഈ ശ്രമം പോലീസ് അതിൻ്റെ കൃത്യമായ ഒരു വിവരങ്ങളിലേക്ക് കടക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു സംശയം ഇപ്പോഴും പോലീസ് ബാക്കി നിർത്തുന്നുണ്ട്. കാരണം ഇവരെ മറയാക്കിക്കൊണ്ട് മറ്റൊരു മോഷണ സംഘം അല്ലെങ്കിൽ ആ രീതിയിലുള്ളൊരു സാമൂഹ്യ വിരുദ്ധർ, ഇതെല്ലാം ഒരു സാധ്യതകൾ കൽപ്പിക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ പൂർണ്ണമായും തന്നെയും ഇത് ഈ സംഘം എന്ന രീതിയിലേക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ ഇത്തരം അപൂർണതകൾ കൂടി എത്തേണ്ടതാണ്. അപ്പോൾ ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ കൂടുതലായും പരിശോധിക്കുന്നത് പോലീസ് അത്തരമൊരു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ സംഘം ഇത് സ്ഥിരം മോഷ്ടാക്കൾ ആരെങ്കിലും ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ടെന്നതടക്കം കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എങ്കിലും ഒരു കൂടുതൽ സാധ്യത ഈ കുറുവാ സംഘത്തെ ചുറ്റിപ്പറ്റി തന്നെയാണ് എന്നാണ്. പ്രത്യേകിച്ച് അവരുടെ ശൈലിയും കാര്യങ്ങളും എല്ലാം നോക്കുള്ളൂ. കാരണം ഒരു വീട് ഇതിൽ അകത്തേക്ക് കയറാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അടുത്ത വീടുകളിലേക്ക് പോകുന്ന, അങ്ങനെ അത്തരമൊരു സംഘങ്ങൾ ഒരേ സമയം തന്നെ പലയിടങ്ങളിലേക്കും തന്നെ ചെല്ലുന്ന രീതികളുമുണ്ട്. സംഘങ്ങളായിട്ടാണ് ഇവർ പലപ്പോഴും. പക്ഷേ ഇവിടെ ഒരു 2 പേരെയാണ് കൂടുതലായിട്ടും ദൃശ്യങ്ങളിൽ CCTVയിൽ അടക്കം കാണുകയും ചെയ്തത്. അതാണ് ഇതിൽ അന്വേഷണ സംബന്ധിയായ പ്രാഥമികമായ വിവരം. ഇവിടെ ചേന്ദമംഗലം ഈ പ്രദേശത്ത് അതിന് അടുത്താണ് തൊഴിത്തറ പാലം എന്ന് പറയുന്നത്. അതിന് സമീപമുള്ള വീടുകളിലേക്കാണ് ഈ തസ്കര സംഘം ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. അവിടെ വീടുകളിൽ വാതിലിനെ തട്ടുകേട്ട് ഇവിടെ പലരും തന്നെ ഇറങ്ങുമ്പോഴായിരുന്നു അവർ അവിടെ നിന്ന് ഓടിമറയുകയും ചെയ്തത്. എന്തായാലും ഇത് സംബന്ധിച്ച പോലീസിൻ്റെ ഒരു അന്വേഷണം തുടരുകയാണ്. നമ്മൾക്ക് ഈ കാണുന്ന വീടുകളിലെല്ലാം തന്നെയാണ് അവർ ഇവിടേക്ക് എത്തിയത്. അർദ്ധരാത്രി പിന്നിടുമ്പോഴായിരുന്നു ഒരു മോഷണ ശ്രമം. അതേ വാതിലിൽ തട്ടുകേൽക്കുകയും അവർ വീട്ടുകാരെ പുറത്തിറങ്ങുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. പക്ഷേ തൊട്ടടുത്തെല്ലാം വീടുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് കടന്നു വരാൻ കഴിയുന്നൊരു സാഹചര്യം. കാരണം ഈ പറവൂർ ചേന്ദമംഗലം പ്രദേശം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഈ ഭാഗത്ത് ഒരുപാട് ഈ
പ്രദേശങ്ങൾ അത് ഈ രീതിയിൽ തന്നെയും വൃക്ഷങ്ങളും മറ്റ് തലപ്പുകളും എല്ലാം തന്നെയുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഒളിഞ്ഞിരിക്കുന്നതിനും ഓടി മറയുന്നതിനും എല്ലാം തന്നെ അവർക്ക് ഒരു എളുപ്പമുള്ള ഒരു സാഹചര്യം ഉണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യം എല്ലാം തന്നെയാണ് ഇവിടെയുള്ളത്. ഇവിടെ ശ്രുതി അല്ലേ ചേച്ചി, ഈ ചേച്ചിയുടെ വീട്ടിലേക്കാണ്, ഇവിടെയാണ് ആദ്യമായിട്ട് ഇവർ ആണ് ഈ സംഘത്തെക്കുറിച്ച് ഒരു സംശയം പറയുകയും തുടർന്ന് ഇത് പോലീസിനെല്ലാം തന്നെ വിവരം അറിയിക്കുകയും എല്ലാം ചെയ്ത്. എന്തായിരുന്നു ചേച്ചി പുറത്തിറങ്ങി നോക്കാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? 13-ാം തീയതി വെളുപ്പിന് ഏകദേശം 2:20 കാണും. ഞങ്ങളൊരു വാതിൽ അടയുന്ന പോലത്തെ ഒരു ശബ്ദം കേട്ടാണ് ഞങ്ങള് എഴുന്നേറ്റത്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ നോക്കി ചുറ്റും ലൈറ്റ് ഇട്ടു. അപ്പൊ നോക്കിയപ്പോ പുറകുവശത്തെ വാതിലിന്റെ ടവർ ബോൾട്ടിന്റെ കുറ്റി ഊരിയിരിക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പൊ മുകളിലത്തെ കുറ്റി അവർക്ക് ഊരാൻ പറ്റിയില്ല. അതിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ ഞങ്ങള് എഴുന്നേറ്റതുകൊണ്ടാണെന്ന് തോന്നുന്നു ലൈറ്റ് ഇട്ടു, ചുറ്റും ലൈറ്റ് ഇട്ടു. അപ്പൊ തൊട്ടടുത്ത് അനിയന്റെ വീടുണ്ട്, അനിയനെ വിളിച്ചു. അനിയന് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഒച്ചാനക്കവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ അവര് അത് വാതിൽ പൊളിക്കാൻ ശ്രമിച്ചതായിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി. പുറകിലത്തെ അഭിലാഷ വ്യക്തമാക്കിയതുപോലെ ഈ പുറകിലത്തെ വാതിൽ സാധാരണ ഈ കുർവാ സംഘത്തിന്റെ ഒരു മോഷണ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് അവരെ ആ വീടിന്റെ പിൻവശത്തെ വാതിലുകളാണ് ലക്ഷ്യം വെക്കുന്നത്. എല്ലാവരും പറയുന്നത് പോലെ ആ മുൻവശത്തെ വാതിലുകളെ പലപ്പോഴും തന്നെ അത് വളരെ ബലവത്തായിരിക്കും കാര്യങ്ങൾ. മാത്രമല്ല പെട്ടെന്ന് ശ്രദ്ധ കിട്ടുകയും ചെയ്യുന്ന രീതിയായിരിക്കും. പക്ഷേ പിറകിലേക്ക് വരുമ്പോൾ അത് അത്ര കണ്ട് ശ്രദ്ധയില്ലാതെ വളരെ പെട്ടെന്ന് അകത്ത് കടക്കാൻ കയറുന്ന ഒരു രീതിയിലുള്ളതായിരിക്കും. നമുക്ക് ഈ വീടിൻ്റെയൊക്കെ എല്ലാം തന്നെ പിറകിലേക്ക് വരുമ്പോൾ ഇവിടുന്ന് അവർക്ക് കടന്നു പോകാനും എല്ലാം തന്നെ എളുപ്പമുള്ള ഒരു സാഹചര്യങ്ങൾ തന്നെയാണ്. ഇവിടെ ഈ ഇതിന്റെ ഒരു ബാക്ക് ഡോർ ഇതാണോ ചേച്ചി? ഇവിടുത്തെ ഈ ടവർ ബോൾട്ട് ഇത് അതെ, ഇവരകത്തുനിന്ന് നോക്കുമ്പോൾ ശബ്ദം കേട്ട് വരുമ്പോഴേക്കും ഈ അകത്തെ ഈ ടവർ ബോൾട്ട് അത് ഇളകുന്ന ഒരവസ്ഥയിലായിരുന്നു. അത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം നിങ്ങൾ ഇവിടേക്ക് വന്ന് നോക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ഇറങ്ങി ലൈറ്റ് ഇട്ടു. അപ്പൊ ഇപ്പറൊക്കെ ഇങ്ങനെ ഒരു കാടിന്റെ ഒരു അവസ്ഥ ആണല്ലോ. അപ്പൊ നമ്മള് അവിടെയൊക്കെ ടോർച്ച് അടിച്ചു നോക്കി. പക്ഷെ അവരൊന്നും അവിടെ കണ്ടില്ല. പിന്നെ അതിനുശേഷം CCTV ദൃശ്യം ഉള്ളത് ഒരു 3 വീടിനപ്പുറത്താണ്. CCTV അന്ന് തന്നെ നമ്മള് അപ്പൊ തന്നെ നമ്മൾ പരാതി കൊടുത്തിരുന്നു. പിന്നെ CCTV ദൃശ്യം കണ്ടപ്പോ മനസ്സിലായി നമുക്ക് ഇവർ തന്നെ ആകും ഇവിടെ വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. കാരണം ആ ടൈം നമ്മുടെ വീട്ടിൽ 2:20 വന്നേക്കണേ. അവിടെ 2:30 തുടങ്ങി 2:42 വരെയുള്ള സമയത്താണ് പോയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഇങ്ങനെ കുറച്ച് കാട് പോലെയുള്ള സ്ഥലമാണ്. അപ്പൊ അങ്ങനെ പോയിട്ടുണ്ടാവും നമുക്ക്. ഇന്നലെ SP അടക്കം ഇവിടെ വന്നിരുന്നു. അവര് ഇപ്പൊ ഒരു സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഈ അടുത്ത ദിവസങ്ങൾ എല്ലാ ദിവസവും ഇനിയിപ്പോ പെട്രോളിംഗ് ശക്തമാക്കും എന്ന് പറഞ്ഞപ്പോ ഉണ്ടായിരുന്നു. ഇന്നലെയും ഞാനൊക്കെ ഒരു വെളുപ്പിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളോട് എന്തുണ്ടെങ്കിലും 112 വിളിക്കാനും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി ഈ അടുത്ത ദിവസങ്ങളിൽ ഡ്രോണൊക്കെ അവരിപ്പം അവർക്ക് ഒളിഞ്ഞിരിക്കാനുള്ള സാഹചര്യം എവിടെയോ അവർ ഒളിച്ചിരുന്നിട്ടുണ്ട് ആ കുറച്ച് സമയം. അപ്പൊ അത് എവിടെയാണെന്നൊക്കെ നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ എല്ലാവരോടും പേടിക്കണ്ട, ധൈര്യമായിട്ട് ഇരിക്കുന്നൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആശങ്കയായിരുന്നു. നമുക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്തൊരു ഇതായിരുന്നു അത് കണ്ടപ്പോ. പിന്നെ ദൃശ്യങ്ങൾ കണ്ടപ്പോഴാണ് കൂടുതലും നമുക്ക് പേടി തോന്നിയത്. അവരുടെ രൂപവും കാര്യങ്ങളും എങ്ങനെയുള്ളവരാണെന്ന്, എന്തോ വടിയും കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് പുറത്തിറങ്ങിയാൽ ചിലപ്പോൾ ഒരു പക്ഷെ നമ്മൾ അവരെ ആക്രമിച്ച് ഇതാക്കാം. ശരി, അതാണ് എന്തായാലും ഡാനി അവിടെ ആ സ്ത്രീ പറയുന്നത് പോലെ പേടിക്കേണ്ട, ഭയക്കേണ്ട എന്നൊക്കെ ഉദ്യോഗസ്ഥർ പറയുമ്പോൾ പോലും അവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഒപ്പം ശരണ്യ കൂടി ചേരുന്നുണ്ട്. ശരണ്യ, ഈ പുന്നപ്ര മണ്ണഞ്ചേരി മേഖലയിലൊക്കെ കഴിഞ്ഞ ദിവസം നടന്ന സമാന സ്വഭാവമുള്ള മോഷണം, കുറുവാ സംഘം എന്നത് പലപ്പോഴും അങ്ങനെയാണല്ലോ. അതായത് വലിയ സംഘമായി എത്തുന്നു, അവർ പിന്നീട് 3 പേരോ 4 പേരോ ആയി തിരിഞ്ഞ് ഓരോ പ്രദേശങ്ങളിൽ മോഷണം നടത്തുന്നു എന്നതാണല്ലോ അവരുടെ ഒരു രീതി. പ്രാഥമികമായി ഈ സംഘം തന്നെ അല്ലെങ്കിൽ സംഘത്തിൽപ്പെട്ടവർ എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെയാണോ പോലീസ് എത്തിയിട്ടുള്ളത്?
അഭിലാഷ, തീർച്ചയായും ഒക്ടോബർ 30 ശേഷം പലയിടങ്ങളിലായി മണ്ണഞ്ചേരിയിൽ നിന്നും ആരംഭിച്ച് പലയിടങ്ങളിലായി ഇത്തരത്തിൽ കുറുവാ സംഘത്തിന്റെ ഒരു മോഷണം ആലപ്പുഴക്കാർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ഭീതിയോടുകൂടി തന്നെയാണ് ആളുകൾ ഇതിനെ നോക്കി കാണുകയും ചെയ്യുന്നത്. കാരണം മണ്ണഞ്ചേരിയിൽ നേരത്തെ എറണാകുളത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവർ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് വളരെ വേഗത്തിൽ എത്തുന്നു എന്നുള്ളതാണ്. പോലീസിനെയും കുഴപ്പിക്കുന്ന അതാണ്. അതായത് മലയാളികളുടെ ഒരു മോഷണ സ്വഭാവമല്ല, ഒരു മോഷണം അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ കുറുവാ സംഘം അങ്ങനെയല്ല. അവർ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഒരു സ്ഥലത്ത് അത് തിരിച്ചറിഞ്ഞാൽ പോലും മറ്റൊരു വീട്ടിലേക്ക് അവർക്ക് കയറുന്നതിന് ഭയമില്ല. ഒപ്പം തന്നെ ഒരു വാളിൽ തന്നെ 4-5 വീടുകളിൽ ഇവർ കയറുന്നതായാണ് മണ്ണഞ്ചേരിയിൽ ഒരു മോഷണ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. അത് കോമളപുരത്തേക്ക് വന്നപ്പോൾ കോമളപുരത്തും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു മോഷ്ടാക്കൾ കയറിയത് എന്നുള്ളതാണ്. എന്തായാലും പോലീസ് ഇവിടെ ആലപ്പുഴയിലും പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ച് SP മോഹനചന്ദ്രൻ നേതൃത്വത്തിലുള്ള പ്രത്യേക സ്ക്വാഡാണ് ഈ വിഷയം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് തൂക്കുകുളം അടക്കമുള്ള മേഖലകളിലും വീണ്ടും കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം ഉണ്ടായത്. പുന്നപ്രയിൽ ഉണ്ടായി. ഇപ്പോൾ തൂക്കുകുളത്ത് മോഷണം നടന്ന മനോഹരൻ എന്നുള്ള വ്യക്തി അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ സംഭവം നടന്നത് എന്നുള്ളത്. ചേട്ടാ, നിങ്ങളുടെ വീട്ടിലാണ് എത്തിയത്, എന്തൊക്കെ നഷ്ടപ്പെട്ടു? കൊച്ചിന്റെ മാലയും കൊച്ചിന്റെ അമ്മയുടെ മാലയും. എത്ര മണിയായപ്പോഴാണ് ഇവർ എത്തി? എങ്ങനെയായിരുന്നു ആ ദിവസം? രാത്രി അടുക്കള കഥക് കൊച്ചു പൊളിച്ച് അകത്ത് കയറി. അപ്പൊ കൊച്ച് 3 മാസം പ്രായമുള്ളൂ. അത് കാരണം ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു മൊത്തം. വന്ന് ആദ്യം കൊച്ചിന്റെ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് കൊച്ചിന്റെ അമ്മയുടെ കട്ട് ചെയ്യുമ്പോഴാണ് അമ്മ ഉണർന്നത്. പെട്ടെന്നൊരു കാള് ഞാനില്ലേ കള്ളം നിന്നാ നമ്മളെ പ്രതീക്ഷിക്കുന്നില്ല. കൊച്ചിനെന്തോ സംഭവിച്ചെന്നൊക്കെ ചാടി ഇറങ്ങിയും ഈ കള്ളം പുറത്തേക്ക് അടുക്കള വാതിൽ പുറത്തായി. നിങ്ങൾ ഉണർന്നൂന്നായപ്പോ ഓടി ഞാൻ 2 ഓടി വെച്ചില്ല. ആള് പുറത്തായി കിഴക്കോശ കൂടി ഓടിലെത്തി. എനിക്ക് ഞാൻ വേറെ ഇവര് കഥകം തുറന്ന് നടക്കണ വിഴുവെല്ലാം വരുന്നുണ്ട് നിൽക്കുമല്ലോ. പുറകെ ഓടാൻ ചെന്ന് കഴിഞ്ഞപ്പം അങ്ങ് തോട്ടമിട്ട് കഴിഞ്ഞു. കണ്ടോ? ആളെ കണ്ടോ? ആളിന്റെ പുറം മാത്രമേ കണ്ടുള്ളൂ. മോള് കണ്ടു. എന്തായിരുന്നു വസ്ത്രധാരണ? ഇത്ര മുട്ടിന് വെച്ചുള്ള ഒരു പാൻറ്. മടക്കി വെച്ചിരിക്കണം. അതിന്റെ അടിവശം മടക്കിയിട്ടുണ്ട്. അപ്പൊ പാൻറ്റാണെന്നാണ് എനിക്ക് തോന്നിയത്. എന്നാൽ ഒറ്റ നാട്ടിൽ പിന്നെ താടി വെളുത്തതാ. എന്നിട്ടൊരു തുണി ഇന്നിങ്ങനെ ഇട്ട് കെട്ടിയിട്ടുണ്ട്. മുഖം മറച്ചിട്ടുണ്ട്. മുഖം കണ്ണ് മാത്രമേ കാണുള്ളൂ. അപ്പൊ ഈ വെളുത്ത താടിന്റെ മേലിലാണ് ഈ തുണി വെച്ച് കെട്ടിയിരിക്കുന്നത്. അപ്പൊ ഇയാളുടെ മുകളിലേക്ക് കുറുവാ സംഘത്തിന്റെ ദൃശ്യങ്ങൾ ഈ CCTVയിലൊക്കെ ടിവിയിലെ ദൃശ്യങ്ങൾ കണ്ടില്ലേ? ചാനലുകളിലെല്ലാം ദൃശ്യങ്ങൾ കണ്ടില്ലേ? ഇത് വന്ന് കയറി കഴിഞ്ഞ് നമ്മൾ അന്നേരം പെട്ടെന്ന് ഈ ആളെ കണ്ടുവന്ന് ഓടാൻ ചെന്നു. അതല്ല ചോദിച്ചത്. അതിനുശേഷം ഈ മോഷണം നടന്നതിന് ശേഷം കണ്ടില്ലേ? അപ്പൊ ആ ദൃശ്യങ്ങൾ കാണുന്ന രീതിയിലുള്ള വസ്ത്രധാരണമായിരുന്നു നിങ്ങളുടെ? അതെ തിരിച്ചറിഞ്ഞു. മോള് തിരിച്ചറിയുകയും ചെയ്തു. ആണല്ലേ? അപ്പോ ഇവർ മുകളിലേക്ക് ഷർട്ടും മറ്റും ധരിക്കില്ല. കുറുവാ സംഘം സാധാരണയായി ധരിക്കാറുള്ളത് ഒന്നെങ്കിൽ ഒരു മുണ്ട അല്ലെങ്കിൽ ഒരു ബെർമൂഡ പോലത്തെ ഒരു മുട്ടിന് മുകളിൽ നിൽക്കുന്നതാണ്. അപ്പം ഒരു തോർത്തുമുണ്ട് വെച്ച് മുഖം മറയ്ക്കും. ഒപ്പം മുകളിൽ ഷർട്ട് ഇടാറില്ല. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിൽ? അതെ. മോള് കണ്ടു. അത് കഴിഞ്ഞ് CCTV കാണിച്ചു. മോള് ഓക്കെയാണ്, ഇത് തന്നെ ആണെന്ന് പറഞ്ഞു. പോലീസ് വന്നിരുന്നു. ഇപ്പൊ രാത്രിയും പോലീസ് എല്ലാ ദിവസവും ഇന്നലെ കഴിഞ്ഞ രാത്രിയും പോലീസ് 2-3 പ്രാവശ്യമൊക്കെ വരുന്നുണ്ട്. നിങ്ങളുടെ പരിസരത്ത് വേറെ എവിടെയെങ്കിലും ഒരു 5 വീടിനപ്പുറത്ത് ഇന്ന് കഴിഞ്ഞ ദിവസം കയറിയെന്ന് പറയും. ഈ കഴിഞ്ഞല്ല, അതിന്റെ മുമ്പത്തെ രാത്രി. എത്ര മണിയായപ്പോഴാണ് എത്തിയത്? വീട്ടിലെത്തിയത് 12 മണി കഴിഞ്ഞു. 12 മണിയായപ്പോ എത്തി. 12 മണിക്ക് 12 കഴിഞ്ഞത് കഴിഞ്ഞു പൊട്ടിച്ചു പോയി. ആണല്ലേ? ഇപ്പൊ ഈ മകളാണോ മാല പൊട്ടിച്ചപ്പോ? മകൾ എഴുന്നേറ്റു. എണീറ്റ് ഈ ആള് നിൽക്കണ കൊണ്ട് പേടിച്ചു ഒറ്റ കാറിയത്. ആ ഒരു കാറല്ലാതെ പിന്നെ കാണാൻ പറ്റിയില്ല. ഞാൻ കാറോടുകൂടി ഞാൻ എണീറ്റ് പുറത്ത് വരികയും ഈ ആള് പുറത്തേക്ക് പോകുന്ന കണ്ടു. ഈ കഥം തുറന്ന് പുറത്ത് ചാടിയും ആളങ്ങനെ റോഡിൽ ചെന്നു. ഭയങ്കര ഓട്ടമാണ്. എങ്ങനെയാ നിങ്ങളുടെ ഒരു വീടിന്റെ റോഡ് വഴിയാണ് ഓടി രക്ഷപ്പെട്ടത്? സാധാരണ ഇവരെ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മതിൽ ചാടിയാണ് ഇവർ രക്ഷപ്പെടുന്നത്. ഇവർ ചെറിയൊരു വഴിയുണ്ട്. ആ വഴിയെ കൂടി തന്നെ ഓടിയത്. പ്രധാന വഴി കൂടെ അല്ല. ചെറിയ വഴിയുണ്ട്. റോഡിൽ ഇത്രയും സ്ഥലമേ ഉള്ളൂ. ഒരു 10 മീറ്റർ അകലേ ഉള്ളൂ റോഡും വീടുമായിട്ട്. ആളുകളെല്ലാം എഴുന്നേറ്റിരുന്നോ പരിസരത്തുള്ള ആളുകളൊക്കെ? അപ്പോ ഈ നിലവിളിയും അത് കഴിഞ്ഞ് എന്റെ ഭാര്യയും എല്ലാവരും കൂടി എണീറ്റ് നിലവിളിയായപ്പോ എല്ലാവരും എണീറ്റ് വന്നു. അവരെല്ലാവരും നോക്കിയപ്പോൾ എങ്ങും കണ്ടില്ല. എങ്ങനെയായിരുന്നു ഈ മോഷണത്തിന്റെ സ്വഭാവം? എങ്ങനെയായിരുന്നു? വീടിന്റെ അടുക്കള വാതിലാണോ തകർത്തത്? വാതിലിന്റെ കുറ്റി തകർത്താണ് അകത്ത് കയറിയത്. ഒറ്റ എണ്ണം പോയിട്ടുമില്ല.
ഒച്ചയൊന്നും നിങ്ങൾ കേട്ടില്ല? ഇല്ല ഇല്ല. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് സ്ട്രോങ് ആയിരുന്നോ വാതിൽ? അതോ മേലത്തെ കുറ്റിയാണ് ഇവര് ഏതോ വെച്ച് തിക്കി പൊട്ടിച്ച് കളഞ്ഞു. പൊട്ടിച്ച് കഥക് തുറന്നു. പോലീസ് എന്താ പറയുന്നത്? എന്താ പോലീസ് പിന്നെ CCTV കണ്ടു. അത് കണ്ട് ഇത് കൊണ്ടുവന്ന് മോളെ കാണിച്ച് മോളെ കണ്ട്. അപ്പൊ ഈ കുറുവാ സംഘം തന്നെയാണ് എന്ന നിഗമനത്തിലാണ് പോലീസ്. ഇപ്പോ വീട്ടിൽ നിന്ന് എത്ര പവനാ നഷ്ടപ്പെട്ടെ? മൊത്തം 2 പവൻ. കൊച്ചിന്റെ പിന്നെ മോടത് 1.5 പവന്റെ താലിമാല, കൊച്ചിന്റെ 1.5 പവന്റെ. അതാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ മനോഹർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. 12 മണിക്ക് ശേഷമാണ് എത്തിയതെന്നാണ് പറയുന്നത്. ബാക്കി മണ്ണഞ്ചേരിയിലൊക്കെ പുലർച്ചെയായിരുന്നു എത്തിയത്. ഒരു 2 മണിക്ക് ശേഷമൊക്കെയാണ് മോഷ്ടാക്കൾ എത്തിയത് എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ 12 മണിക്ക് ശേഷം എത്തിയെന്ന് പറയുന്നു. വീടിനകത്ത് നിന്ന് കുഞ്ഞിന്റെ മാല പറിച്ചു. അതിനുശേഷം മകളുടെ മാല പൊട്ടിക്കുന്നതിനിടയിൽ അമ്മ ഉണർന്നു. തുടർന്നാണ് ഓടി രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. പോലീസ് എത്തി വെരിഫിക്കേഷൻ നടത്തുന്നുണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് മാതൃഭൂമി ഓഫീസിന് സമീപം മറ്റൊരു ബിബിൻ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന്റെ വീട്ടിലും ഇവരിൽ ഒരാൾ എത്തിയത്. തുടർന്ന് ബിബിൻ ഇവരെ പിടിച്ച് മൂക്കിന് മർദ്ദിച്ചു. തുടർന്ന് വരുതിയിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനുശേഷം അവർ ബിബിനെ ആക്രമിച്ചു. മുഖത്തടിച്ചതിന് ശേഷം ഒരു കല്ല് ഉപയോഗിച്ച് അടിച്ചു എന്നാണ് ബിബിൻ പറഞ്ഞത്. അടിച്ച ശേഷം ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ശരീരം ഭയങ്കര വഴുക്കൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ബിബിൻ പറഞ്ഞത്. ഒപ്പം നല്ല പരിശീലനം കിട്ടിയിട്ടുള്ള ആളുകളാണ്. കാരണം അതിവേഗത്തിലാണ് 8 അടിയോളം പൊക്കമുള്ള മതിൽ ചാടി കടന്നവർ ഓടിപ്പോയതെന്നാണ്. ബിബിനെ കൊണ്ട് പോലീസ് ബിബിനെ ഇരുത്തി രേഖാചിത്രം അടക്കം വരച്ചിട്ടുണ്ട്. അന്വേഷണ സംഘം വലവിരിച്ചു എന്ന് പറയുമ്പോഴും പഴയ ആളുകൾ പഴയ സംഘങ്ങളുടെ ഒക്കെ ഒരു ചിത്രം പരിശോധിച്ചുകൊണ്ട് കാര്യങ്ങൾ നോക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ആളുകൾ വലിയ ഭീതിയിൽ തന്നെയാണ് അഭിലാഷ് ആലപ്പുഴയിൽ. കാരണം ഈ പറഞ്ഞ പോലെ അവർക്ക് കയറുന്ന ആളുകൾക്ക് ഒരു ഭയവുമില്ല. ഒരു വീട്ടിൽ നിന്ന് അവിടെ അലർച്ചയും കരച്ചിലും ഉണ്ടാവുമ്പോൾ തന്നെയാണ് അതിനും വളരെ ദൂരവ്യത്യാസമില്ലാതെ തന്നെ അടുത്ത വീടുകളിലേക്ക് അവർ കയറിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്. യെസ്, ഇപ്പോൾ മുൻ SP സക്കറിയ ജോർജ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സക്കറിയ ജോർജ്, ഈ സംഘത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ